കാഞ്ഞങ്ങാട് നഗരസഭയിൽ വിജയ ചരിത്രം ആവർത്തിക്കാൻ LDF. നഗരസഭയിൽ LDF ചരിത്ര വിജയം നേടുമെന്ന് അതിയാമ്പൂർ വാർഡിലെ സ്ഥാനാർത്ഥിയും CPIM ജില്ലാ സെക്രട്ടറി അംഗവുമായ VV രമേശൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ചരിത്ര വിജയം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. കാഞ്ഞങ്ങാട് നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുൻനിർത്തിയാണ് പ്രചരണം. ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയിൽ അതിയാമ്പൂർ വാർഡിൽ മത്സരിക്കുന്ന നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയായ VV രമേശൻ കൂടെ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് കാഞ്ഞങ്ങാടിന്റെ ഒരു പ്രതീക്ഷ? കാഞ്ഞങ്ങാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുക എന്നതാണ്. ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കാഞ്ഞങ്ങാടിന് നേടിയെടുക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. പ്രചാരണ രംഗത്ത് വളരെ സജീവമായുണ്ട്. കാഞ്ഞങ്ങാടിനെ കുറിച്ച് കാഞ്ഞങ്ങാടിന്റെ ഓരോ മുക്കും മൂലയും അറിയുന്ന ആളാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത എങ്ങനെയാണ്? വലിയ സ്വീകരണമാണ് നാനാഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. 47 വാർഡിലും വലിയ അംഗീകാരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 10 വർഷത്തിനുള്ളിൽ അത്രമാത്രം കാഞ്ഞങ്ങാട് ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മൂക്ക് പൊത്തിയിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ പല കേന്ദ്രങ്ങളിലും. അതിൽ നിന്നും കാഞ്ഞങ്ങാടിനെ വൃത്തിയുള്ള നഗരമാക്കി മാറ്റി. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ചില കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഈ 10 വർഷത്തിനുള്ളിൽ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ സ്വപ്നമാണ് ഒരു വീട് എന്നത്. സമ്പൂർണ്ണ ഭവന പദ്ധതി, അതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏറെ മുന്നോട്ട് പോയ ഒരു നഗരസഭയാണ്. കേരളത്തിൽ തന്നെ ഇന്ന് നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത നഗരസഭ കാഞ്ഞങ്ങാട് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. ഹെഡ്കോന്ന് വായ്പ എടുത്തിട്ടാണ് ആ വീട് നമ്മൾ കൊടുക്കാൻ തയ്യാറായത്. അത് ഏറ്റവും മികച്ച കാര്യമായിട്ട് ജനങ്ങൾ അത് കാണുന്നുണ്ട്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ 9 കാര്യങ്ങൾ ശരിയാവണം. അങ്ങനെ ആ 9 കാര്യങ്ങളിൽ പെടാത്ത കുടുംബങ്ങളും ഉണ്ട്. അത്തരം കുടുംബങ്ങളെ കൂടി സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടുകൂടി അവർക്ക് കൂടി വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഒരു മാതൃക ഞങ്ങൾ കാണിച്ചു. ജനക്ഷേമ പരിപാടികൾ ഇതുപോലെയുള്ളവ, അതോടൊപ്പം തന്നെ വികസനം, ഈ കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. തീർച്ചയായും നമുക്ക് വ്യവസായ രംഗത്ത് സർക്കാർ വ്യവസായ വകുപ്പ്, റവന്യൂ വകുപ്പിന് ഭൂമി ഏതാണ്ട് 100 ഏക്കറിലധികം ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ കിൻഫ പാർക്ക് ആരംഭിച്ചു. ഇനി അവിടത്തേക്ക് സംരംഭകർ ഇപ്പോൾ തന്നെ വരാനുള്ള എല്ലാ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് വ്യവസായ രംഗത്ത് കേരളം മാറിയ ഈ സാഹചര്യത്തിൽ വളരെ വേഗം കാഞ്ഞങ്ങാടും ഒരു വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും കാഞ്ഞങ്ങാട് വിജയം ഉറപ്പാണ്. വിജയത്തെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം, എത്രത്തോളം വലിയ വിജയമായിരിക്കും കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ? 2015 23 സീറ്റുമായിട്ടാണ്. 2020 അത് 24 വർദ്ധിച്ചു. ചെറിയ വോട്ടിനാണ് ഒരു 4-5 സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിരലിലെണ്ണാവുന്ന വോട്ടിനാണ് 4-5 സീറ്റുകൾ നഷ്ടപ്പെട്ടത്. ഇക്കുറി വൻ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത്, ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നത് കണ്ടു. ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ജനപ്രതിനിധികൾ നടപ്പിലാക്കേണ്ടത്. അതിനാണ് കാഞ്ഞങ്ങാട് മുൻതൂക്കം. കാഞ്ഞങ്ങാട്ടെ ജനത ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ വരേണ്ടത്. ആദ്യ തവണ വന്നപ്പോൾ തന്നെ 99 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൽ 99 അല്ല, ഏതാണ്ട് 150-ലേറെ കാര്യങ്ങൾ അന്ന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃത്തിയുള്ള നഗരം. കാഞ്ഞങ്ങാട് ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് പ്രശ്നമാണ്. ആ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുക, അതിന്റെ കുരുക്കഴിക്കും. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഒരു സമൂഹ അടുക്കള, കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ് ഒരു മോഡലായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളെയൊക്കെ അവർക്ക് പഠനത്തിൽ സഹായിക്കാൻ സമയം വേറെ കിട്ടും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തൽക്കാലം അടുക്കള മാറ്റി ഒരു സമൂഹ അടുക്കളയിലേക്ക് കാഞ്ഞങ്ങാടിന് തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഏതായാലും കാഞ്ഞങ്ങാടിന്റെ ഒരു സമഗ്രമായ മാറ്റമാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്നാണ്
വി രമേശൻ പറയുന്നത് കാഞ്ഞങ്ങാട് വലിയ വിജയം, സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ വിജയം കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഉണ്ടാകുമെന്നാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.